വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഇന്നിവിടെ 2019 സ്കീം S6 ട്രിപ്പിൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ജനുവരി 2024 നടന്ന കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ തേർഡ് പാർട്ടാണ്. ആ തേർഡ് പാർട്ടിലുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The following hexadecimal number 1e.43 to the base 16 is equivalent to. അപ്പോൾ 16 എന്ന് പറയുന്ന ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഹെക്സാഡെസിമൽ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് എന്താ വേണ്ടുന്നത്? ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള താഴെ തന്നിരിക്കുന്നതിൽ ഏതാന്ന് നോക്കുക. നോക്കിക്കേ, നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസും ടു ദ ബേസ് 8, അതായത് ഒക്ടൽ ഫോമിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് ഹെക്സാഡെസിമൽ ഫോമിൽ നിന്നും ഒക്ടൽ ഫോമിലേക്കാണ് നമുക്ക് ഈ ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു കൺവേർഷൻ ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് എടുത്തെഴുതാം. അതായത് 1e.43 ടു ദ ബേസ് 16. ഓക്കെ, അപ്പോൾ ബേസ് 16 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സിംഗിൾ ഡിജിറ്റിനും നമ്മൾ 4 ബിറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 1 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 4 ബിറ്റില് ബൈനറി റെപ്രസെന്റ് ചെയ്തത് എന്ത് വരും? 0001 എന്ന് വരും. അതേപോലെ ഇ ആവുമ്പോ ഇന്നെ എങ്ങനെയാ വരുന്നത്? 1110. അതാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത് അല്ലെ. ഇനി അതായത് ഇത് ഇത്രയാണ് നമ്മളുടെ 1, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് നമ്മുടെ ഇ. ദെൻ പോയിന്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4-ന്റെയാണ്. 4-ന്റെ എന്ന് പറഞ്ഞാല് 0100 എന്ന് വരും. ഇതാണ് നമ്മുടെ 4-ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് പറയുന്നത്, ബൈനറി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ആണല്ലേ. അപ്പൊ 3-ന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 0011 എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഹെക്സാഡെസിമൽ നമ്പറിനെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറിയിലേക്ക് നമ്മൾ മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒക്ടൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 3 ബിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ 4 ബിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പം ഇങ്ങനെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഒക്ടലാക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതിനെ എല്ലാം, അതായത് പോയിന്റിന് മുന്നേ തൊട്ടുള്ളതിനെല്ലാം നമ്മൾ ഈ ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പോയിന്റിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡിവിഷൻ വരാൻ പോകുന്നത്. എങ്ങനെയാണ് ഡിവിഷൻ വരുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്നും കൂടി ഒന്ന് എടുത്തെഴുതുക. അതായത് നമ്മൾ ഇതുവരെ എഴുതിയത് നമ്പർ 0001 1100.01000011 ഇങ്ങനെയാണ് നമുക്ക് എടുത്ത പോയിന്റ്, കിട്ടിയിരിക്കുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം. എത്രയാ? നമ്മൾ ഒക്ടലിലാണ് മാറ്റേണ്ടത്. ഒക്ടൽ എന്ന് പറയുന്നത് 3 ബിറ്റ് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് അറിയാം. അപ്പോ പോയിന്റിന് ഇപ്പുറത്തോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം എന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ 1 2 3 വെച്ചിട്ട് ഒരു കോമ ഇട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. അടുത്ത 3 വെച്ചിട്ട് 1 2 3 ദേ ഇവിടെയും ഒരു കോമൺ ഇട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അതായത് ദേ ഇവിടെയാണ് അതിന്റെ ഡിവിഷൻ. ഇനി ഈ പോയിന്റിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ പോയിന്റിന് ശേഷം തുടങ്ങുന്ന നമ്പർ തൊട്ടാണ് നമ്മൾ, ഡിജിറ്റ് തൊട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. 1 2 3 ദേ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ 001110.010000011. ഓക്കെ, അങ്ങനെയാണല്ലോ. ഇനി നമുക്ക്
ധൈര്യമായിട്ട് നമുക്ക് നമ്മളുടെ അതിന്റെ ബൈനറി ഉണ്ട്, ആ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പേഴ്സ് എഴുതാം. 110നെ നമ്മൾ എങ്ങനെ എന്താ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? 6 ആണല്ലേ. നെക്സ്റ്റ് 011 എന്ന് പറയുന്നത് എന്താണ്? 011 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 3. 00 എന്ന് പറയുന്നത് നമ്മൾ സീറോനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ, പോയിന്റ്. 010 എന്ന് പറയുന്നത് 2 ആണല്ലേ. അതേപോലെ 0006 ആണ്. 11 ഇപ്പൊ 3 ഡിജിറ്റ് ഇല്ല, ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് ഒരു 0 ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ 110 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അതായത് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1E.43 to the base 16ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ എന്ന് പറയുന്നത് 36.20 to the base 8 ആയിരിക്കും. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2 ഓപ്ഷൻ സെയിം ആയിട്ടാണ്, ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ബിയും ഡിയും സെയിം ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ബിയും ഡിയും 36.206 ടു ദ ബേസ് 8 എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ 36.208 ടു ദ ബേസ് 8 ആണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബൂളിയൻ എക്സ്പ്രഷൻ എ ബി പ്ലസ് എ സി ബാർ പ്ലസ് ബി സി സിംപ്ലിഫൈസ് ടു. ഇങ്ങനെയാ. ഇതിനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി ബാർ പ്ലസ് ബി സി ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ ആദ്യം നോക്കുക, നമ്മൾ ഇതിനകത്ത് കോമൺ എടുത്ത് എവിടെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു 2 ബി കോമൺ ആയിട്ട് എടുപ്പുണ്ടല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ബി കോമൺ ആയിട്ട് ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് ലാസ്റ്റ് ടേമിൽ നിന്ന് ബി കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിലും ഇവിടെ നമുക്ക് എ പ്ലസ് സി പ്ലസ് എ സി ബാറിനെ എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ആയിരിക്കത്തില്ല ഓപ്റ്റ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടുന്നത്? കെ മാപ്പ് ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും ബിയും സിയും 3 വേരിയബിൾസ് ആണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 3 വേരിയബിൾസ് വെച്ചിട്ടൊരു കെ മാപ്പിനെ വരയ്ക്കാം. ഞാനൊരു കെ മാപ്പ് വരയ്ക്കുകയാണ്. ഇവിടെ എയും ഈ ഭാഗത്തേക്ക് ബി സി ആണെന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് എ ബാർ, ദിസ് ഈസ് എ, this is B bar C bar, B bar C, BC bar and BC. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ബി ആ. അതായത് എ വരുന്ന ഏതോ റോയില് ബി കോമൺ ആയിട്ട് വരുന്നു. ബി അതായത് ഇവിടെ 2 എടുത്തും സിയും സി ബാറും ക്യാൻസൽ ആയി പോവും, ബിയും ബി കോമൺ ആയിട്ട് കിടക്കുക അല്ലേ. അപ്പൊ ഇവിടെയാണ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി കൂടെ ചേർന്ന് വരുന്ന സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം കഴിഞ്ഞു. ഇനി എന്താ? എ സി ബാർ, അതായത് എ എന്ന് പറയുന്ന എ റെപ്രസെന്റ് ചെയ്യുന്ന റോയില് സി ബാർ കോമൺ ആയിട്ട് വരണം അല്ലെ. സി ബാർ കോമൺ ആയിട്ട് വരുന്നത് ഫസ്റ്റിനും ലാസ്റ്റിനുമാ. അപ്പൊ നമുക്ക് ഫസ്റ്റിന് കൊടുക്കാം, ലാസ്റ്റിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സി. ബി സി ബി സി ഉണ്ടല്ലേ, പക്ഷെ അവിടെ എന്തില്ല, ആ ടേമിൽ എയുടെ കുറവുണ്ട്. അതായത് എയും എ ബാറും വന്നിട്ട് അത് ക്യാൻസൽ ആയി പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സോ ബി സി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എയുടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇവിടെ എ ബാറിന്റെ അടുത്ത് കൂടി നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഇതിനെ സിമ്പിൾ ആയിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഈ 2 സെൽസിനെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്തു. ഈ 2 സെൽസിനെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എയും എ ബാറും ഉണ്ട്. അത് രണ്ടും ഈ 2 സെൽസിനെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എയും എ ബാറും ക്യാൻസൽ ആയി പോവും. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ബി സി മാത്രമേ ഉള്ളൂ. അതായത് ബി സി അവിടെ ഉണ്ട്. പ്ലസ് ഇനി എന്തൊക്കെയാ ഗ്രൂപ്പ് ചെയ്യാൻ കിടക്കുന്നത്? ഈ 2 സൈഡിൽ ഓരോ 1 കിടപ്പുണ്ടല്ലേ. അപ്പൊ ഞാൻ ഈ സെല്ലിനെയും കൂടി ഗ്രൂപ്പ് ചെയ്ത് കളഞ്ഞു. നോക്കിക്കേ, ഇവിടെ 2 സെല്ലിലും എ കോമൺ ആണ്. അപ്പോ എ ഓൾറെഡി ഉണ്ട്. ഇനി എന്താ ഉള്ളത്? ബി ബാറും ബിയും കൂടെ ക്യാൻസൽ ആയി പോകും. സി ബാർ 2ന് കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് എ സി ബാർ എന്നായിരിക്കും വരുന്നത്. അതായത് ഇവിടെ ബി സി പ്ലസ് എ സി ബാർ എന്നായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ
എ ആണ് അതിന്റെ ആൻസർ. ബി സി പ്ലസ് എ സി ബാർ ഇസ് ദി ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A combinational logic circuit which generates a particular binary word or number is. ഏത് കോമ്പിനേഷണൽ സർക്യൂട്ട് ആണ് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഒരു ബൈനറി വേർഡോ നമ്പറോ തരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് പർട്ടിക്കുലർ ബൈനറി വേർഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഔട്ട്പുട്ട് എന്നാ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇതില് ഒരു ഔട്ട്പുട്ട് മാത്രം തരുന്ന ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻകോഡർ ആണ്. ഓപ്ഷൻ ബി മൾട്ടിപ്ലെക്സർ, ഓപ്ഷൻ സി ഡീകോഡർ, ഓപ്ഷൻ ഡി ഡീമൾട്ടിപ്ലെക്സർ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മൾട്ടിപ്ലെക്സർ മാത്രമാണ് മെനി ടു വൺ, അതായത് ഒരുപാട് ഇൻപുട്ട് ഉണ്ടെങ്കിലും ആകെ ഒരു ഔട്ട്പുട്ട് മാത്രം വരുന്നത് ഏതിനാണ്? മൾട്ടിപ്ലെക്സറിന് മാത്രമാണ്. സോ അവർ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി മൾട്ടിപ്ലെക്സർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഓഫ് എ ബി സി ഡി, അതായത് 4 വേരിയബിൾ ഉണ്ട്. പൈ എം സമ്മേഷൻ തന്നിരിക്കുന്നത് പൈ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ നമ്പേഴ്സും കുറെ സെൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇസ് എ മാക്സ് ടേം റെപ്രസെന്റേഷൻ. ശ്രദ്ധിക്കണം, ഇവിടെ മിൻ ടേം അല്ല മാക്സ് ടേം ആണ് റെപ്രസെന്റേഷൻ തന്നിരിക്കുന്നത് ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി സി ഡി വേർ എ ഇസ് ദി എം എസ് ബി ആൻഡ് ഡി ഇസ് ദി എൽ എസ് ബി. എം എസ് ബി എന്ന് പറഞ്ഞാല് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണെന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഡി എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. ദ ഇക്വലന്റ് മിനിമൈസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ മിനിമൈസ്ഡ് റെപ്രസെന്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് എ ബി സി ഡി അല്ലെ, ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? പൈ എം ഓഫ് 0 1 3 4 5 7 9 11 12 13 14 15 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു മിൻ ടേമിലൊക്കെ മാക്സ് ടേമിലൊക്കെ റെപ്രസെന്റേഷൻസ് എല്ലാവർക്കും എളുപ്പമായിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൂടുതൽ അറിയാവുന്നത് സിഗ്മ എമ്മിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാം. ആ രീതിയിൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇത് പൈ എം ആണെങ്കിൽ ഇതിന്റെ സിഗ്മ എം എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടത്തിൽ ഇല്ലാത്ത സെൽസ് ആയിരിക്കും. നോക്കിക്കേ, 0 ഉണ്ട്. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇതാണ് നമ്മുടെ സിഗ്മ എം എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ എമ്മില് 4 സെൽസിൽ മാത്രമേ വാല്യൂ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ്? പൈ എമ്മിലാ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കെ മാപ്പ് വരച്ചിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ മിൻ ടേം കിട്ടിയതിന് ശേഷം നമുക്ക് അതിനെ മാക്സ് ടേമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 4 വേരിയബിൾ ഉള്ള ഒരു കെ മാപ്പ് ആദ്യം വരയ്ക്കാം. ഓക്കെ ഓക്കെ ഇവിടെ എ ബാർ ബി ബാർ, എ ബാർ ബി, എ ബി ബാർ ആൻഡ് ദിസ് ഇസ് എ ബി. ഇവിടെ സി ബാർ ഡി ബാർ, സി ബാർ ഡി, സി ഡി ബാർ, സി ഡി. ഓക്കെ, ഇനി ഇതിനകത്ത് ഉള്ള നമ്മുടെ സെൽ നമ്പേഴ്സ് കൂടി എഴുതാം. ഇത് 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15. ഓക്കെ, അപ്പൊ നമ്മൾ സെൽ നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സിഗ്മ എമ്മിന്റെ നമുക്ക് കിട്ടിയ സെൽ നമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം? അവിടെ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കാൻ പോയി. ഏതൊക്കെ സെൽസിലാ? സെക്കൻഡ് സെല്ലിലുണ്ട്, പിന്നെ 6th സെല്ലിലുണ്ട്, ദെൻ 8th സെല്ലിലുണ്ട്, ദെൻ 10th സെല്ലിലും ഉണ്ട്. ഓക്കെ ആണോ? ഏതൊക്കെ സെല്ല് അടക്കം അറിയാമോ? ഹിയർ, ഹിയർ, ഹിയർ ആൻഡ് ഹിയർ. ഇത്രയും സെൽസിലാണ് നമുക്ക് നമ്മുടെ 1 കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, നോക്കിക്കേ, ഇവിടെ 2 1 കിടപ്പുണ്ട്. അതിനെ രണ്ടും കൂടി ഞാൻ ഗ്രൂപ്പ് ചെയ്തു.
ഇതിനെ രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് റോയാ വരുന്നത് അല്ലേ, അവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? എ ബാറാ. അപ്പൊ എ ബാർ അവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ ഉള്ള എന്താ? സി ഡി ബാർ എന്ന് പറയുന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ രണ്ടെണ്ണം കിടക്കുന്നത്. അപ്പൊ സി ഡി ബാർ അതേപോലെ തന്നെ വരും. സി ഡി ബാർ, എ ബാർ സി ഡി ബാർ പ്ലസ്. ഇനി നെക്സ്റ്റ് എന്താ ഗ്രൂപ്പ് ചെയ്യാനുള്ളത്? ഇവിടെ ഒരു 1 കിടപ്പുണ്ട്, ഇവിടെ ഒരു 1 കിടപ്പുണ്ട് അല്ലെ. ഇത് എ ബി ബാർ എന്ന് പറയുന്ന സെല്ലിന് റോയിലാണ് വരുന്നത് രണ്ടും. അപ്പോൾ ഇവിടെ എ ബി ബാർ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കാണും. പിന്നെ എന്താ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുന്ന കോളത്തില് സി ബാർ ഡി ബാറും സി ഡി ബാറും ഉണ്ട്. ഇതിൽ ഡി ബാർ എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ടുള്ളത്. സി ബാറും സിയും ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താ ഉള്ളത്? ഡി ബാർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എ ബാർ സി ഡി ബാർ പ്ലസ് എ ബി ബാർ ഡി ബാർ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് മിൻ ടേം ആണ് അല്ലെ. ഈ ഒരു മിൻ ടേമിനെ നമുക്ക് മാക്സ് ടേം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാല് SOP ഫോം എന്ന് പറയുന്നത് POSലോട്ടും അതേപോലെ കോംപ്ലിമെന്റും ആവും. അതായത് എ ബാർ എന്ന് പറയുന്നത് എ ആകും, ഇടയ്ക്കുള്ള ഇൻറ്റു എന്ന് പറയുന്നത് പ്ലസ് ആകും, സി എന്ന് പറയുന്നത് സി ബാർ ആകും, അടുത്ത ഇൻറ്റു എന്ന് പറയുന്നത് പ്ലസ് ആകും, ഡി ബാർ എന്ന് പറയുന്നത് ഡി ആകും. ഇനി ഇവിടുത്തെ പ്ലസ് എന്തായി മാറും? ഇൻറ്റു ആയി മാറും. അപ്പൊ ഞാൻ ദേ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് എ ബാർ ആകും, ഇവിടെ ഇടയ്ക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്താവും? പ്ലസ് ആവും. ബി ബാർ എന്ന് പറയുന്നത് ബി ആകും, ഇൻറ്റു എന്ന് പറയുന്നത് പ്ലസ് ആകും, ഡി ബാർ എന്ന് പറയുന്നത് ഡി ആകും. എ പ്ലസ് സി ബാർ പ്ലസ് ഡി ഇൻറ്റു എ ബാർ പ്ലസ് ബി പ്ലസ് ഡി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് ഇതാണ് നമുക്ക് വേണ്ടത് എന്ത്? മാക്സ് ടേം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടുന്ന മാക്സ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടിയ ആൻസർ. എ പ്ലസ് സി ബാർ പ്ലസ് ഡി ഇൻറ്റു എ ബാർ പ്ലസ് ബി പ്ലസ് ഡി. ഓക്കെ, അപ്പൊ ഈ പൈന് ചോദിച്ചാലും അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് സിഗ്മയിലോട്ട് മാറ്റിയതിനു ശേഷം ഇത് സോൾവ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്കും പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒക്കേഴ്സ് ഇൻ എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെൻ. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരവാണ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബോത്ത് ഇൻപുട്സ് ആർ 0, ബോത്ത് ഇൻപുട്സ് ആർ 1, ദ ഇൻപുട്സ് ആർ കോംപ്ലിമെന്ററി, എനി വൺ ഓഫ് ദി ഇൻപുട്സ്. അങ്ങനെയല്ല, എപ്പോഴും റേസ് അറൗണ്ട് കണ്ടീഷൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിന്റെ രണ്ട് ഇൻപുട്സും ഹൈ ആയിരിക്കുമ്പോൾ, അതായത് ജെയുടെയും കെയുടെയും വാല്യൂ ഹൈ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 1 ആയിരിക്കുമ്പോഴാണ് നമ്മുടെ റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടാകുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഷിഫ്റ്റ് രജിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എന്തിനാണെന്ന് യൂസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പാരലൽ ടു സീരിയൽ കൺവേർഷൻ ഉള്ളി, പാരലലിൽ നിന്നും സീരിയൽ കൺവേർഷനിലേക്ക് മാറ്റാനായിട്ട്, സീരിയൽ ടു പാരലൽ കൺവേർഷൻ ഉള്ളി, സീരിയൽ കിടക്കുന്നതിനെ പാരലാക്കാൻ, ഡിജിറ്റൽ ടൈം ഡിലേ ഉള്ളി ആൻഡ് ഓൾ ഓഫ് ദി അബോവ്. ഇപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റർ എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതായത് പാരലൽ ടു സീരിയൽ കൺവേർഷന് വേണ്ടിയിട്ടും സീരിയൽ ടു പാരലൽ കൺവേർഷന് വേണ്ടിയിട്ടും അതേപോലെ ഡിലേക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ സിസ്റ്റം ഹാസ് എ ബേസ് 16? ബേസ് 16 വരുന്ന നമ്പർ സിസ്റ്റം ഏതാണെന്ന് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഓപ്ഷൻ ഹെക്സാഡെസിമൽ ആണ് ബേസ് 16 ആയിട്ട് വരുന്നത്. അതായത് ഇവിടെയാണ് നമ്മുടെ ബേസ് 16. ഒക്ടൽ ആവുമ്പോൾ അതിന്റെ ബേസ് 8 ആണ്, ബൈനറി ആവുമ്പോൾ അതിന്റെ ബേസ് 2 ആണ്, ഡെസിമൽ ആവുമ്പോൾ അതിന്റെ ബേസ് 10 ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കൺവേർട്ട് 312 ടു ദ ബേസ് 8 ഇൻറ്റു ഡെസിമൽ. അതായത് ഒരു ഒക്ടൽ നമ്പർ തന്നിട്ട് അതിനെ എന്തിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്? ഡെസിമലിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 312 ടു ദ ബേസ് 8നെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ് അത് ചെയ്യാൻ, വേറൊന്നും ചെയ്യണ്ട.
നോക്കിക്കേ, ഇത് നമുക്കറിയാം. ഇവിടെ 0 പൊസിഷൻ, ഇത് 1 പൊസിഷൻ, ഇത് 2 പൊസിഷൻ ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് LSB എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണല്ലേ. അപ്പൊ 2 ഇൻറ്റു 8⁻0. 8 എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ്. അതുകൊണ്ടാണ് 2 ഇൻറ്റു 8⁻0 പ്ലസ് 1 ഇൻറ്റു 8⁻1 പ്ലസ് 3 ഇൻറ്റു 8 സ്ക്വയർ. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, 2 8⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഇൻറ്റു 8⁻1 എന്ന് പറയുന്നത് 8 ആണ്. 3 ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറയുന്നത് 64. അപ്പൊ 3 ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 64 ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 8 പ്ലസ് 192 എന്ന് കിട്ടും. ആൻസർ ഈസ് 202. ദിസ് ഈസ് ടു ദ ബേസ് 10. ഇതാണ് എന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഈ ആൻസർ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി 202 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി അഡീഷൻ ഓഫ് ദി ബൈനറി നമ്പർ? രണ്ട് ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 1 0 1 0 0 1 പ്ലസ് 0 1 0 0 1 1. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 പ്ലസ് 1 0 ആണല്ലേ. അതായത് 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പൊ ബൈനറി ആകുമ്പോൾ എന്താവും? 1 0 0 1 0 എന്നല്ലേ റെപ്രസെന്റ് ചെയ്തത്. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എഴുതിയിട്ട് മറ്റേ ഇത് എന്തായിട്ട് മാറും? ക്യാരി ആയിട്ട് മാറും. അപ്പൊ ദേ 1 പ്ലസ് 1 സോറി 1 പ്ലസ് 0 1 1 പ്ലസ് 1 വീണ്ടും ഒരു 0, ഇവിടെ ഒരു ക്യാരി. ഇത് ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് ഇവിടെ 1 വന്നു. 1 പ്ലസ് 0 1 0 പ്ലസ് 1 1 1 പ്ലസ് 0 1. ഇതാണ് നമ്മുടെ അഡിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. നോക്കിക്കേ, 2 0യും 4 1ഉം 2 0യും 4 1ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 0യും 4 1ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 1 1 1 0 0 0. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the complete set of only those logic gates designed as universal gates. വേറൊന്നുമല്ല, നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഏത് ഉറക്കത്തിൽ നിന്നും പറയാൻ സാധിക്കും. നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നോറും നാൻഡും മാത്രമായിരിക്കും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ വേറെ ഓരോ ഓപ്ഷനും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി, നോർ ആൻഡ് നാൻഡ് ഗേറ്റ്സ് ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നും കോംപ്രിഹെൻസീവ് കോഴ്സ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു.